ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറേ കാലമായി സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ റൈറ്റ് ടൈം എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഏവരെയും, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതക പരമ്പര ഇന്നലെ നടക്കുകയുണ്ടായി. അഫാൻ എന്ന് പറയുന്ന യുവാവ് തന്റെ കുടുംബത്തിനെയും തന്റെ പെൺസുഹൃത്തിനെയും അടക്കം 5 ആളുകളെ വകവരുത്തുകയുണ്ടായി. ശരിക്കും നമ്മളെയൊക്കെ നെഞ്ച് പിടിച്ചുലച്ചൊരു സംഭവമായിരുന്നു ഇത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറെ കാലമായി ഇത്തരത്തിൽ നടക്കുന്ന ക്രൈംസ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ 2Kയിൽ ജനിച്ച ആളുകൾ, അതായത് 2000 മുതൽ 2003 കാലഘട്ടത്തിൽ ജനിച്ച ആളുകളാണ് ഇത്തരത്തിൽ നടത്തുന്ന കൂടുതൽ ക്രൈംസിലും കൂടുതൽ കുറ്റക്കാരായിട്ട് വരുന്നത്. ഇത്തരത്തിൽ 2000 മുതൽ 2003 കാലഘട്ടത്തിൽ ജനിച്ച ആളുകളാണ്. അതിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ഒരു അതിപ്രസരം, അതുപോലെ തന്നെ പുതിയ ന്യൂജൻ മൂവീസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അതിലെ ക്രൈം സീൻസ്. പണ്ടത്തെ യുവാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലും ഫോണിൽ അവര് ഒരുപാട് അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ പബ്ജി പോലുള്ള ഗെയിംസ് എല്ലാം കളിച്ച് തന്റെ യുവതലമുറയുടെ ഏറ്റവും ഭൂരിഭാഗം ടൈമും അവർ ഫോണിലാണ്, സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൈംസ് കൂടി വരുന്നതെന്നും 2000 to 2003 ആളുകളാണ് ഇത്തരത്തിൽ കമ്മിറ്റ് ചെയ്യുന്നതെന്നും അതിന് വ്യക്തമായും ഒരു ശക്തമായ ഒരു ബോധവൽക്കരണം നമ്മളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ 2K കിഡ്സിന് വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ പറഞ്ഞ സംഭവത്തിൽ വാസ്തവം ഉണ്ടെങ്കിലും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ 2K കിഡ്സ് തന്നെയാണ് ഇന്നത്തെ എല്ലാ ഉന്നമനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നത്. നാഷണൽ ടാലന്റ് അക്കാഡമിയുടെ സർവേ പ്രകാരം 2000-ന് ശേഷമുള്ള കുട്ടികൾ അതിനു മുൻപത്തെ സോകോൾഡ് 90 കിഡ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കഴിവുള്ളവരും ഏറ്റവും കൂടുതൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതും പുതിയ ഇന്നോവേഷൻസ്, കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം 2K കിഡ്സിന്റെ ഇടയിലാണ്. പിന്നെ ഇത്തരം ലഹരി ഉപയോഗം, ഇത് അവരിലേക്ക് എത്തിക്കുന്നവര് എന്ന് തുടങ്ങിയവരെ തൊട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 2K കിഡ്സിന് ബോധവൽക്കരണം കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനറേഷനിൽ വരുന്ന കിഡ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ പർട്ടിക്കുലർലി ഒരു പ്രായത്തിനപ്പുറമുള്ള കുട്ടികൾ എന്നുള്ളതല്ലാതെ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ രീതിയിൽ ബോധവൽക്കരണം കൊടുത്താൽ മാത്രമേ ഇത്തരം ക്രൈംസ് ഒഴിവാക്കാൻ പറ്റൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സൈനിങ് ഓഫ് ബൈ അരുൺ. താങ്ക് യു.